ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, റാഹത്താണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ആയിട്ട് വീഡിയോ ചെയ്യാം. നോമ്പായിട്ട് ഞാൻ വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒന്നുമില്ല, റമളാൻ മാസമൊക്കെ അല്ലേ, അപ്പം അതിൻ്റേതായ ഇതിലേക്ക് മാറി നിൽക്കാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയാം, നമ്മളെന്തായാലും പ്രത്യേകിച്ച് ഉമ്മമാർ, മാതാപിതാക്കൾ രണ്ടാളും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി. ഇന്നത്തെ കാലഘട്ടമാണല്ലേ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്ത് നമ്മുടെ മക്കളില്ല ഒരു ഇടങ്ങാറിലേക്കും ഒരു ബലാലിലേക്കും ഒരു മുസീബത്തിലേക്കും ഒരു ആഫത്തിലേക്കും നമ്മുടെ മക്കൾ പോകില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ, പല ഇടങ്ങാറുകളുണ്ട്. പിന്നെ നമ്മൾ രാവിലെ പോയാൽ പ്രത്യേകിച്ച് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കണക്ക് തന്നെയാണ്. നമ്മളറിയുന്നില്ല, നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് അവർ പോയാൽ അവർ പിന്നെന്താ വരുന്ന സമയത്തിനുള്ളിൽ എന്തൊക്കെയാണ് അവർ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ മക്കളെ നമ്മൾ അല്ലാഹുവിലേക്ക് തവക്കലാക്കുക. നമ്മൾ എന്നും രാവിലെ പോകുമ്പോൾ എന്തൊക്കെ അറിയാം, നമ്മളെന്ത് ചെയ്യണം, അല്ലാഹുവിലേക്ക് തവക്കലാക്കുക. നമ്മൾ അവർ ഇറങ്ങി പോകുന്ന സമയത്ത് തവക്കൽത്തു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത എന്ന് അവരെ കൊണ്ടും പറയിപ്പിക്കുക. നമ്മളെന്തൊക്കെ അവരെ നോക്കി നമ്മളും പറയുക. പിന്നെ ഒരിടങ്ങാറിലോ ഒരു ഷെറിലോ ഒരു പിലീസിൻ്റെ ഷെറിലോ ഒരു ആൺപിശാചിൻ്റെ ചതിയിലും പെൺപിശാചിൻ്റെ ചതിയിലും നമ്മൾ മക്കളെ റബ്ബ് പെടുത്താതിരിക്കട്ടെ. അള്ളാഹു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ പോയ മക്കളുണ്ട്, അള്ളാഹു അവരെ നേരായ മാർഗ്ഗത്തിലേക്ക് എത്തിക്കട്ടെ. പിന്നെ നമ്മൾ മക്കൾ എന്തെങ്കിലും വഴി വെച്ച് പോയാൽ നമ്മൾ തകർന്നു പോയില്ലേ, പഠിച്ചവൻ കാക്കട്ടെ. എല്ലാം നമ്മളെയും മക്കളെയും ഭർത്താക്കന്മാരൊക്കെ റബ്ബ് കാക്കട്ടെ. അപ്പോൾ നമ്മളില്ലേ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എന്നും, ഞാനിതിൽ കൊടുത്ത 4 പ്രാർത്ഥന നമ്മൾ എന്നും നമ്മൾ പതിവാക്കി ഒന്നാണ്. അപ്പോൾ ഈ ഒരു 4 പ്രാർത്ഥന നമുക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷം 3 തവണയെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊരു എന്താ പറയുക, ഒരു മിനിറ്റ് നമ്മൾ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ നിസ്കാരത്തിന് ശേഷം ചടപടാന്ന് സലാം വീട്ടി എണീച്ച് പോവാതെ ദിക്റും അദക്കാറുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. നിസ്കാരത്തിന് ശേഷം 5 മിനിറ്റ് ഇരുന്നാൽ നമ്മൾ ദിക്റും അദക്കാറുകളൊക്കെ കഴിയൂലേ. അതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ മാതാപിതാക്കൾക്ക് വേണ്ടി കേട്ടോ. എന്നാലും നമ്മൾ റബ്ബ് പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. ഇസ്തിഗ്ഫാർ ചെല്ലുക, അത് നമ്മളല്ലാണ്ട് പൊറുക്കലിനെ തേടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബി അർഹുമാ കമാ റബ്ബയാനി സ്വഗീറ ഈ ഒരു പ്രാർത്ഥന 3 തവണയെങ്കിലും ചെല്ലുക നിസ്കാരത്തിന് ശേഷം. അതിന് ശേഷം ഈ പറയുന്ന 3 പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. നമ്മുടെ മക്കൾ ഒരു ഷെറിൽ നമ്മുടെ മക്കൾ പെടില്ല, ഈ ലോകത്തും പരലോകത്തും ഉപയോഗിക്കുന്ന മക്കളായി മാറും. അതേപോലെ എന്താ പിന്നെ സ്വാലിഹ്യങ്ങളാവും. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കൾ തരും, മക്കളില്ലാത്ത വേദനിക്കുന്നവർക്ക് അല്ലാഹു ഈ ഒരു പ്രാർത്ഥന പതിവാക്കാൻ അല്ലാഹു സ്വാലിഹത്തായ മക്കളെ തരും. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. ഇതെല്ലാവരും ചെല്ലുന്നതായിരിക്കും അല്ലേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതനാ ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കണം. നമ്മളെ മക്കളില്ല അല്ലാഹു നമുക്ക് പിന്നെ മക്കൾക്ക് മാതാപിതാക്കൾ കൺകുളിർമയാകും. അതേപോലെ മാതാപിതാക്കൾ മക്കൾക്കും കൺകുളിർമയാകും. മക്കളും അതേപോലെ തന്നെ നമുക്ക് കൺകുളിർമയാകുന്ന മക്കളാക്കി അല്ലാഹു നമുക്ക് നൽകും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എന്തായാലും ചെയ്യണം. ഈ ഒരു പ്രാർത്ഥന എല്ലാവരും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ ഏത് സദസ്സ് പോയാലും ഏത് മജ്‌ലിസിൽ പോയാലും ഏതൊരു ക്ലാസ് കേൾക്കുക നമ്മൾ അതിലൊക്കെ കേൾക്കുന്ന ഒരു പ്രാർത്ഥന അതിലെ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അതോടൊപ്പം തന്നെ ഇതാണ് ഒരു പ്രാർത്ഥന കേട്ടോ. റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ, റബ്ബി ഹബിലി മിനസ്വാലിഹീൻ. ഈ ഒരു പ്രാർത്ഥന എന്താ പറയുക, കുറച്ചല്ലേ ഉള്ളൂ അല്ലേ, ഒന്ന് കണ്ണ് ചിമ്പി തുറക്കുന്ന സമയം കൊണ്ട് ചൊല്ലി തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ 3 തവണ എന്ത് ചെയ്യുക അറിയാം, ഈ 4 പ്രാർത്ഥന നിങ്ങൾ 3 തവണ ചെല്ലുകയാണെങ്കിൽ ഒരിക്കലും ഇല്ലേ നമ്മുടെ മക്കൾ ഒരു ഇബ്ലീസിൻ്റെ ഷെറിൽ, ഒരു ഇബ്ലീസിൻ്റെ കെണിയിൽ, ഒരു ഇബ്ലീസിൻ്റെ ചതിയിൽ നമ്മുടെ മക്കൾ പെടില്ല. നമ്മളെ മക്കളുടെ കൂടെ, നമ്മളെ ഭർത്താക്കന്മാരുടെ കൂടെ എല്ലാം നമ്മളെ ഓരോ കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെ കൂടെ അല്ലാഹു ഉണ്ടാവും. അതേപോലെ നമ്മുടെ മക്കൾ എവിടെയാണെങ്കിലും നമ്മളെ വിട്ട് ദൂരെ എവിടെ പഠിക്കാൻ പോയാലും നമ്മളെ മക്കൾ ഷെറിൽ പെടില്ല. റബ്ബ് പെടുത്തൂല നമ്മളെ മക്കളെ. അതേപോലെ ഈ അടുത്ത പ്രാർത്ഥനയാണിത്. ഈ ഒരു പ്രാർത്ഥന കൂടെ, റബ്ബ് ഹബിലി മില്ലതുൻക ദുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ, റബ്ബി ഹബിലി മില്ലതുൻക ദുരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉ ദുആ. ഈ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ മക്കളെ മനസ്സൊക്കെയാണ് റബ്ബിനോട് ആദ്യം തവക്കൽ ചെയ്യുക. മക്കളെ മനസ്സ് കാണുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക. നമ്മൾ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമുക്കില്ലേ എനിക്കുണ്ടാവലുണ്ട്, നമ്മൾ മക്കൾ പോയി തിരിച്ച് വരുന്നവരെ പേടിയാണ്. അപ്പോൾ എന്താ എവിടെയാണ് എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പോൾ ആ ഒരു ചിന്ത ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടില്ല. എനിക്കെന്തോ ആരോ എൻ്റെ മക്കളെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നും. റബ്ബിൻ്റെ ഒരു കാവലാണത്, റബ്ബിൻ്റെ ഒരു തോന്നിക്കലാണത്. മക്കളെ കൊണ്ട് വേജാറും വിഷമം എനിക്കില്ല, അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഒരു പ്രാർത്ഥന
പ്രാർത്ഥിക്കുക കേട്ടോ. അതേപോലെ 4ാമത്തെ പ്രാർത്ഥന അത് റബ്ബി ലാ തദർനി ഫർദം വാൻത ഖൈറുൽ വാരിസീൻ, റബ്ബി ലാ തദർനി ഫർദം വാൻത ഖൈറുൽ വാരിസീൻ. ഈ ഒരു 4 പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ മക്കളെ കൊണ്ട് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ രീതിയിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുന്നുണ്ടോ, വേദനയുണ്ടോ എന്നുള്ളത് അതെല്ലാം നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടും. നമ്മളെ മക്കൾ ഏതൊരു വഴിക്ക് പോയാലും അവർ നിൽക്കുന്ന സ്ഥാനത്ത് അവർ മാറൂല, ഉറപ്പാണ്. പിന്നെ അതേപോലെ മക്കളെ കൊണ്ട് പ്രത്യേകമാണ്, മാതാപിതാക്കൾ നിസ്കരിച്ചിട്ട് കാര്യം മക്കളെ കൊണ്ട് 5 നിസ്കാരം നിസ്കരിപ്പിക്കുക. ചെറിയ മക്കളായിക്കോട്ടെ, അവർ നിസ്കരിക്കട്ടെ, അവർക്ക് അറിയും പോലെ അവർ നിസ്കരിക്കട്ടെ, അവർക്ക് അറിയും പോലെ അവർ ചെയ്ത് വരട്ടെ. അതൊക്കെ ജീവിതത്തിൽ വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് വരട്ടെ. അതേപോലെ ഞാൻ വേറെ പ്രാർത്ഥനയും കൂടെ പ്രാർത്ഥിക്കാൻ കേട്ടോ. അതേപോലെ ഞാൻ വേറെ ദുആയും കൂടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ടോ. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ. അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ഇടുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മക്കളുള്ള എല്ലാവർക്കും മക്കളുണ്ടല്ലോ, പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മക്കളില്ലാത്ത ചുരുക്കം പേരേ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്ന ഉദ്ദേശത്തോടെ കൂടി പ്രാർത്ഥന ചെല്ലാം. അതുപോലെ ഉണ്ടായ മക്കൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നേരായ വഴിയിലേക്ക് എത്തിക്കുക. റബ്ബ് തന്ന മക്കൾ, അള്ളാഹുത്താല നമുക്ക് തന്ന മക്കളെ ഒന്നിനും പെടാതെ ചെറിയും പെടാതെ അള്ളാഹു നല്ല മക്കളെയും എൻ്റെ ഈ ലോകത്തിലെ എല്ലാ മക്കളെയും അള്ളാഹു കാക്കട്ടെ. മക്കളെ കൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കളുടെ അവർക്ക് സമാധാനം അള്ളാഹു നൽകട്ടെ. ഏതൊരു മക്കൾ ഏതൊരു ഷെയർ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയണം, എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുകൊണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.